പി ശ്യാംരാജ് പ്രധാനമന്ത്രി നാളെ എത്തുകയാണ്. വിദഗ്ധ സംഘം ഇതിനോടകം തന്നെ വയനാട് ദുരന്തത്തെ സംബന്ധിച്ചൊരു പഠനം നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കേരള ചരിത്രം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ്. അതിൽ പൂർണ്ണമായും അതിൻ്റെ കാഷ്വാലിറ്റി നമുക്ക് ബോധ്യമായിട്ട് പോലുമില്ല. നാശനഷ്ടം എന്ന് പറയുന്നത് വിവരണാതീതമാണ്. അപ്പോൾ അഭൂതപൂർവമായ ഒരു പ്രതിസന്ധിയെ കേരളം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി അത് നേരിട്ട് വിലയിരുത്താൻ എത്തുന്നു. തുടർന്ന് വളരെ അനുഭാവപൂർണ്ണമായ സമീപനം കേന്ദ്രത്തിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൂടെ? കാരണം ഇത് കേരളത്തെ സംബന്ധിച്ച് മാത്രം കൂട്ടിയാൽ കൂടുന്ന കാര്യമേ അല്ല. അല്ല, തീർച്ചയായിട്ടും അതിനകത്ത് നിങ്ങൾ ഇപ്പോഴും കാണിക്കുന്ന ഈ ക്യാപ്ഷൻ്റെ ഒരു ടെക്നിക്കൽ വിഷയം കൂടി നിങ്ങൾ പറഞ്ഞു തരുന്നതിന് ഞാൻ പറയാം. ഒന്ന്, ദേശീയ ദുരന്തം എന്നൊരു വാക്ക് നമ്മുടെ ഈ സംവിധാനങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് ഉള്ള ഒരു പ്രശ്നം മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ കേരളം മാത്രമല്ല, പൊതുവെ രാജ്യം തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൻ്റെ ഒരു ഉദാഹരണമാണ് വയനാട്ടിൽ നടന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാപ്ഷനിൽ നിങ്ങൾ രണ്ടാമത് ചോദിക്കുന്ന പോലെ സഹായം ലഭിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് പോലും അർത്ഥമില്ല. തീർച്ചയായിട്ടും സഹായം ലഭിക്കുക തന്നെ ചെയ്യും. അത്തരത്തിലെ ഒരു സംശയത്തിനോ യാതൊരു സാധ്യതയും ഇല്ല. ഞാനിത് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം, ഈ വയനാട് ഭൂമി ഉരുൾപൊട്ടൽ ഉണ്ടായ ആ സമയത്ത് തന്നെ പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനെ നേരിട്ട് വയനാട്ടിലേക്ക് അയക്കുകയും നിങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ക്യാമറ കണ്ണുകൾക്ക് അപ്പുറത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളിൽ ഇടപെടുകയും അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ടുള്ളൊരു പഠനത്തോടെ നിലവിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള, ഇനി തീർച്ചയായിട്ടും ബാക്കി പഠനം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു, പക്ഷേ നിലവിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു പഠനവുമായിട്ടുള്ള റിപ്പോർട്ട് ഓൾറെഡി പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സഹായം ലഭിക്കുമോ എന്നൊരു ചോദ്യത്തിൻ്റെ ആവശ്യമേ ഇല്ല. തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയാം. 2016 പുറ്റിങ്ങിൽ അപകടം നടന്ന സമയത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവിടെ നേരിട്ട് സന്ദർശിച്ചു. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 2 ലക്ഷവും പരിക്കേറ്റവർക്ക് 50,000 രൂപയും വെച്ചിട്ട് ആ സമയത്ത് തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. 2017 ഓഖി വന്ന സമയത്ത് ആദ്യം 76.5 കോടിയും പിന്നീട് 133 കോടിയും പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ 1400ഓളം വീടുകൾ നിർമ്മിച്ച് നൽകുകയും ചെയ്തു. പിന്നെ 2018 മഹാപ്രളയത്തിൻ്റെ സമയത്തും 60,000-ഓളം അധികം വരുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ ഓപ്പറേഷൻ രാഹത്ത്, ഓപ്പറേഷൻ മദത് വഴി 1173 പേരെ എയർലിഫ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ സമയത്തും ഈ വയനാട്ടിലെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് നമ്മൾ കണ്ടതാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ആർമിയും ഒക്കെ എങ്ങനെയാണ് ഇടപെട്ടതെന്ന്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തിന് തന്നെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമേ ഇല്ല. നാളെ പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ ഈ രാജ്യം തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദുരന്തം എന്നുള്ള രീതിയിൽ അതിന് കൃത്യമായിട്ടുള്ള വേണ്ട രീതിയിലുള്ള ധനസഹായം കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് പ്രാഥമികമായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിനകത്ത് ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടുള്ളത്, നമ്മളിത് പറയുന്ന സമയത്തും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ട്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എത്രമാത്രം ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഹോംവർക്ക് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ 7-8 ദിവസവുമായിട്ട് ഞാൻ ഇന്നലെ മാത്രമാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത്. ഈ ഒരു ദുരന്തം നടന്നതിൻ്റെ പിറ്റേന്ന് മുതൽ മിനിയാന്ന് വരെ വയനാട്ടിൽ പൂർണ്ണമായിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ തൊട്ടടുത്തുള്ള പുത്തുമലയിൽ നടന്നിട്ടുള്ള ലാൻഡ് സ്ലൈഡിൽ ഈ ഉരുൾപൊട്ടലിൽ അവർക്ക് ധനസഹായം കൊടുക്കാമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ട് 3 മാസത്തോളം മാത്രം കൊടുത്തിട്ട്, വാടകയ്ക്ക് വീടെടുത്ത ആളുകൾക്ക് 3 മാസത്തോളം മാത്രം കൊടുത്തിട്ട് പിന്നീട് വാടക കൊടുത്തിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള മുൻ ഉദാഹരണങ്ങൾ കൂടി ഉള്ള സമയത്ത് ഇതിൻ്റെ ഹോംവർക്കും അതോടൊപ്പം തന്നെ ഫ്രെയിം വർക്കും എത്രമാത്രം സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. അതിനപ്പുറത്തേക്ക് നാളെ പ്രധാനമന്ത്രി വരുമ്പോൾ വലിയ പ്രഖ്യാപനം തന്നെയാണ് നടക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്കും പറയാൻ വേണ്ടിയിട്ടും അതോടൊപ്പം ഞങ്ങളും ചിന്തിക്കുന്നത്. ശരി, ഓക്കെ.